ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2016 ഒരു സൈഫൈ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ ആരോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ലെവൽ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചിട്ട് ഒരു ലൈക്കും കൂടി അടിച്ചേക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോകാം. ഈ ഒരു സ്റ്റോറിയുടെ തുടക്കത്തിൽ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 100 വർഷങ്ങൾ കഴിഞ്ഞ് ഭൂമിയിലെ ഒരു പ്രത്യേക സ്ഥലത്ത് അധികാരം പിടിക്കാൻ വേണ്ടി രണ്ട് കൂട്ടർ തമ്മിൽ വലിയ രീതിയിൽ യുദ്ധം ഉണ്ടായിരുന്നു. അതിലൊരു ടീമിന്റെ ലീഡറിന്റെ പേര് ഹാച്ച് എന്നും മറ്റേ ടീമിന്റെ ലീഡറിന്റെ പേര് ലാങ് എന്നുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും തമ്മിൽ നടന്ന ആ ഒരു യുദ്ധത്തിൽ ഹാച്ച് എന്ന് പറഞ്ഞവൻ തോക്കാണ് ചെയ്യുന്നത്. അതുമല്ല, അവൻ തോറ്റത് കൊണ്ട് തന്നെ ആ ഒരു തോൽവി അംഗീകരിക്കാൻ കഴിയാതെ അവൻ അവിടെ നിന്നും ഒളിച്ചോടി പോവുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹാച്ചിനെ സപ്പോർട്ട് ചെയ്ത എല്ലാവരെയും ലാങ്ങിന്റെ ആളുകൾ അവിടെ പിടിച്ചു വെച്ച് അടിമകളായിട്ട് അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുക. ക്രൂരമായിട്ടുള്ള മറ്റൊരു ശിക്ഷ എന്താണെന്ന് വെച്ചാൽ ഒരു കോറി പോലുള്ള സ്ഥലമുണ്ട്. അവിടെയാണെങ്കിൽ ഭൂമിക്കടിയിലേക്കുള്ള വലിയൊരു യന്ത്രം, അതിൻ്റെ ഫാൻ ചുറ്റുന്ന സമയത്ത് ഹാച്ചിൻ്റെ ആളുകൾ അവിടെ ജോലി ചെയ്യുന്ന അടിമകളുണ്ടല്ലോ, അവരിൽ ഓരോരുത്തരെയായിട്ട് ഇടയ്ക്കിടയ്ക്ക് അതിലേക്ക് പിടിച്ചിട്ട് കൊല്ലുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഒരു ചെറിയ സ്റ്റോറി പറഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുമ്പോൾ ലാങ്ങിൻ്റെ ആ ഒരു ജയില് കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ ഹാച്ചിൻ്റെ ആളുകളെല്ലാം ഒരു കോറി പോലെയുള്ള സ്ഥലത്ത് അടിമകളായിട്ട് ജോലി ചെയ്യിക്കുന്നു. അത് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരടിമ മറ്റൊരടിമയോട് സംസാരിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ വാ തന്നെ ഒരു മാസ്ക് എല്ലാം വെച്ച് മൂടിയിട്ടുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ ആ ഒരു കോരിക്ക് നടുവിലായിട്ട് ഒരു വലിയ ഫാൻ ഉണ്ട്. അതാണെങ്കിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അത് വർക്ക് ചെയ്യാത്തത് കൊണ്ട് ഈ ഒരു കൂട്ടത്തിലുള്ള ഒരുത്തനെ വിളിച്ചിട്ട് അത് ശരിയാക്കാനായിട്ട് പറയുമ്പോഴത്തേക്കും അത് വന്ന് ശരിയാക്കുന്നതേ ഇവനാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ. അങ്ങനെ നമ്മുടെ ഹീറോ നേരെ വന്നിട്ട് ആ ഒരു മെഷീൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം ഇവർ നിൽക്കുന്ന ആ ഒരു കോറിയിലേക്ക് പുതിയൊരു തടവുകാരനെ കൊണ്ടുവരികയാണ്. അത് മുഖത്ത് മാസ്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. അടുത്തേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ആ ഒരു പുതിയ കുറ്റവാളിയെ കാണാനുള്ള ആകാംക്ഷ. അങ്ങനെ കാണിക്കുമ്പോൾ അവൻ്റെ ആ ഒരു മാസ്ക് ഊരുന്ന സമയത്താണ് അവിടെയുള്ള എല്ലാവരും അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റികളെ നല്ലതുപോലെ അടിക്കുന്നുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, ഇപ്പോൾ ആ ഒരു കുറ്റവാളിയായിട്ട് പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ആ ഒരാളാണ് ഹാച്ച് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു നേതാവ്. ആ ഒളിച്ചോടി പോയെന്ന് പറഞ്ഞല്ലോ ആ ഒരാൾ. അതുകൊണ്ട് തന്നെ എല്ലാവരും അവിടെയുള്ള ആ ഒരു സെക്യൂരിറ്റികളെല്ലാം അടിക്കുമ്പോഴത്തേക്കും അതിലുള്ളൊരു മൊട്ട വേറൊരുത്തനെ നല്ലതുപോലെ ഇടിക്കുകയാണ്. ആ ഒരു സമയത്ത് അവിടെ ഹീറോ റെഡിയാക്കിയ ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, അതിൻ്റെ സ്വിച്ച് ഇങ്ങനെ ഓൺ ചെയ്ത് കൊടുക്കുന്നതും ആ ഒരു ഫാൻ എങ്ങനെ ചുറ്റാൻ തുടങ്ങും. അതുമല്ലാതെ കാണിക്കുമ്പോഴത്തേക്കാണ് ഇവിടെയുള്ള തടവുകാരുടെ എല്ലാവരുടെയും കാലിൽ ഒരു വലിയ ചങ്ങല കെട്ടിയിട്ടുണ്ട്. ആ ഒരു ചങ്ങലയാണെങ്കിലോ ഈ ഒരു ഫാനുമായിട്ട് കണക്ട് ചെയ്തേക്കാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മുട്ടയിടല്ലോ അവനെയാണ് വലിച്ച് ആ ഒരു ഫാനിനടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അവൻ അതിലേക്ക് വന്ന് വീണ് അപ്പം തന്നെ തുണ്ട് തുണ്ടായിട്ട് മരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇത് കാണുന്നതും ബാക്കിയുള്ള എല്ലാ തടവുകാരെയും അവിടെയുള്ള അവർ സെക്യൂരിറ്റികൾ തോക്ക് വെച്ചിട്ട് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കാണ് ഹാച്ച് കുറച്ച് ദൂരെയായിട്ട് നോക്കി കണ്ണിങ്ങനെ കാണിക്കത്തേ ഉള്ളൂ. ആ ഒരു സമയത്ത് സ്നൈപ്പർ ഉപയോഗിച്ച് ഇവിടെയുള്ള സെക്യൂരിറ്റികളെല്ലാം ആരോ ഒരാൾ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ കൊല്ലുന്നുണ്ട്. അങ്ങനെ കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവനെയും ആ ഒരു ഫാനിനടുത്തേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ഹീറോ ആണെങ്കിൽ അടുത്ത് കിടക്കുന്ന ഒരു തോക്കെടുത്തിട്ട് ആ ഒരു ചങ്ങല തകർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവനെ കൊണ്ട് കഴിയുന്നില്ല. അവനെ വലിച്ചെടുത്തുകൊണ്ട് അടുത്തേക്ക് ചെല്ലാറാവുമ്പോഴത്തേക്കും വേറെ വഴിയില്ലാതെ ഹീറോ ആ ഒരു തോക്കെടുത്ത് തൻ്റെ കാലിലേക്ക് തന്നെ ഷൂട്ട് ചെയ്ത് അവൻ്റെ കാല് തന്നെ മുറിച്ചെടുക്കുകയാണ്. അങ്ങനെ ഹീറോ ഒരു വിധത്തിൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അതേപോലെ തന്നെ ആ ഒരു മെഷീനും വന്ന് ഓഫാക്കി ബാക്കിയുള്ളവരെ രക്ഷിക്കുകയും ചെയ്തു. അതുമല്ലാതെ ഹീറോയുടെ കാല് മുറിഞ്ഞത് കൊണ്ട് രക്തം ഒരുപാട് പോയിട്ട് ബോധമില്ലാതെ താഴെ വീഴുന്നതും കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറക്കുമ്പോൾ ഇപ്പോൾ കടലിനകത്ത് ഒരു കപ്പലിലാണ് നമ്മുടെ ഹീറോ എഴുന്നേൽക്കുന്നത്. ഇപ്പോൾ ഹീറോയെ രക്ഷിച്ചത് ആരാണെന്ന് അവൻ അപ്പോഴും അറിയത്തില്ല. അതുമല്ല, അവൻ എഴുന്നേറ്റിട്ട് മുറിഞ്ഞുപോയ ആ ഒരു കാലിന് വാരം നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു റോബോ കാലിങ്ങനെ വെച്ചേക്കാണ്. അപ്പോഴേക്കാണ് അവിടേക്ക് ഹാച്ച് എന്ന് പറഞ്ഞ അവൻ വന്നിട്ട് പറയും, നിന്റെ അച്ഛനും ഞാനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ചേർന്നിട്ട് ലാങ്ങിനെ തകർക്കാനായിട്ട് പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നീയും എന്നോടൊപ്പം ചേർന്നിട്ട് അവൻ്റെ സാമ്രാജ്യം പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം നിന്നേ പറ്റൂ. അപ്പോൾ ഹീറോ പറയും, അല്ല എന്നെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ്? എൻ്റെ കാലില്ലാത്ത ഈ ഒരു അവസ്ഥയിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ അപ്പോഴാണ് ഡിസ്പ്ലേയിൽ ഒരു കാര്യം ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നത്. ആരോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പേസ് ഷിപ്പ്, അത് ആ ഒരു ലാങ്ങിൻ്റെ കയ്യിലാണുള്ളത്. എന്തോ ഒരു റിസർച്ചിൻ്റെ ഭാഗമായിട്ടുള്ള കുറേ കാര്യങ്ങൾ അതിനകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവൻ അതിനകത്തേക്ക് അത് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മുടെ ആളുകളെല്ലാം ജീവിതകാലം മുഴുവൻ അവൻ്റെ അടിമകളായിട്ട് അവിടെ കഴിയേണ്ടി വരും. അതുകൊണ്ട് ആ ഡേറ്റ ഒരിക്കലും ലാങ്ങിന് കിട്ടരുത്. അവൻ്റെ കയ്യിൽ നിന്ന് അത് എടുത്തു കഴിഞ്ഞാൽ നമ്മളായിരിക്കും ഈ ഒരു യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു സ്പേസ് ഷിപ്പിലേക്ക് പോയിട്ട് അവിടെയുള്ള ഡേറ്റ ഹാക്ക് ചെയ്ത് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് അയക്കണം. അപ്പോൾ ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ഞാൻ ഇത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നീ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും വെച്ചിട്ട് ഞാൻ അത് എന്തായാലും ചെയ്യും. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ അച്ഛനും ആ ഒരു ലാങ്ങിൻ്റെ കീഴിൽ ഒരു അടിമയായിട്ടാണ് ജീവിക്കുന്നത്. അതുമല്ല വർഷാവർഷം അവൻ ഓരോ അടിമകളായിട്ട് ആ ഒരു ഫാനിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ കൊടൂരമായിട്ട് കൊല്ലുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ കൊല്ലുന്ന കൂട്ടത്തിൽ ഈ വർഷം തിരഞ്ഞെടുത്തിരിക്കുന്നത് നിന്റെ അച്ഛനെയാണ്. അതുകൊണ്ട്
നിന്റെ അച്ഛനെയാണ് ലാങ് കൊല്ലാൻ പോകുന്നത്. ഇനി നിന്റെ തീരുമാനമാണ് എന്നിങ്ങനെ പറയുന്നതും എന്തായാലും നമ്മുടെ ഹീറോ അവൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിന് തയ്യാറെടുക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആരോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്പേസ് ഷിപ്പ് അങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു സ്പേസ് ഷിപ്പ് ഒരുപാട് ദൂരേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് അതിനകത്ത് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോ ഒരു ചെറിയ ബോക്സിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്നു. അങ്ങനെ അകത്തേക്ക് വന്ന് നോക്കുമ്പോഴത്തേക്കാണ് അതിനകത്തുള്ള ബാക്കി എല്ലാവരും സ്ലീപ്പിംഗ് ചേംബറിൽ പോയിട്ട് ഇങ്ങനെ ഉറങ്ങാണ്. അങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഒരു കാര്യം വേറെ ഒന്നുമല്ല. ഈ ഒരു ഡേറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷിപ്പിന്റെ ഡിഫൻസ് സിസ്റ്റം ഉണ്ടല്ലോ അത് ഓഫ് ചെയ്യാനായിട്ട് ഇങ്ങനെ പറയാണ്. പക്ഷേ ഈ ഒരു ഡിഫൻസ് സിസ്റ്റം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഷിപ്പിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലോ, കാരണം അതാണല്ലോ ആ ഒരു ഷിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ആലോചിച്ചിട്ട് താഴെ ഭൂമിയിലുള്ള നമ്മുടെ ഹാച്ചിനോട് ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഹാച്ചിൻ്റെ കൂടെയുള്ള ഒരു ടെക്നീഷ്യൻ ആണെങ്കിലും അതൊന്നും കുഴപ്പമില്ല, ഡിഫൻസ് സിസ്റ്റം അല്ലേ, അതൊന്നും പ്രശ്നമില്ല, നീ എന്തായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഡേറ്റ അത് കോപ്പി ചെയ്യുന്നു പറഞ്ഞിട്ട് ഹീറോയോട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഹീറോയും വേറെ ഒന്നും ആലോചിക്കാതെ ആ ഒരു ഡിഫൻസ് സിസ്റ്റം അത് ഓഫ് ചെയ്തിട്ട് അവൻ ആവശ്യമായിട്ടുള്ള ഡേറ്റ എല്ലാം ഇങ്ങനെ കോപ്പി ചെയ്യാണ്. അങ്ങനെ അതെല്ലാം കോപ്പി ചെയ്തിട്ട് ഹീറോ ചോദിക്കും ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും ഞങ്ങളുടെ സ്പേസ് ഷിപ്പിൽ നിന്നെ അവിടെ വന്ന് രക്ഷിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും, കാരണം ഇപ്പോൾ അന്തരീക്ഷത്ത് ശക്തമായിട്ടുള്ള കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് നീ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നീ കളക്ട് ചെയ്ത ഡേറ്റ എല്ലാം ഞങ്ങൾക്ക് സെൻഡ് ചെയ്തതാ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയ്ക്ക് ചെറിയൊരു സംശയം. കാരണം ഇവനെ വന്ന് വിളിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്ക് എന്തായാലും ആ ഒരു ഡേറ്റ അവർക്ക് കിട്ടും. പക്ഷെ ഇത്ര അത്യാവശ്യമായിട്ട് ആ ഒരു ഡേറ്റ വേണമെന്ന് അവൻ പറയാൻ കാരണം എന്തായിരിക്കും? ഓക്കെ, എന്തായാലും തൻ്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടില്ലേ, അതുകൊണ്ട് തന്നെ ഹാച്ചിന് വേണ്ടിയിട്ട് ആ ഒരു ഡേറ്റ എല്ലാം ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ സമയം ഈ ഒരു ഷിപ്പ് ഉണ്ടല്ലോ ആ ഒരു ഷിപ്പിന് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അതുമല്ലാതെ നമ്മുടെ ഹീറോ ആ ഒരു ഡേറ്റ സെൻഡ് ചെയ്തുകൊണ്ടിരുന്നല്ലോ അത് പെട്ടെന്ന് ഫെയിൽ ആവുന്നു. അതേപോലെ തന്നെ ഹാച്ചുമായിട്ട് കണക്ട് ഇല്ലായിരുന്നല്ലോ ആ ഒരു കോളും കട്ടാവുന്നു. അതുമല്ലാതെ ഈ ഒരു സ്പേസ് ഷിപ്പിനകത്ത് ഒരുപാട് ആസ്ട്രോണറ്റുകൾ ഉണ്ടായിരുന്നു. അവരാണെങ്കിൽ ആ ഒരു സ്ലീപ്പിംഗ് ചേംബറിൽ ഉറങ്ങിക്കിടക്കുമല്ലായിരുന്നു. പെട്ടെന്ന് ആ ഒരു സ്ലീപ്പിംഗ് ചേംബറുകളെല്ലാം അടുത്തുള്ള മറ്റൊരു ഗ്രഹത്തിലേക്ക് നല്ല വേഗതയിൽ അങ്ങനെ പോവാണ്. അതുമല്ല കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഹീറോ നിൽക്കുന്ന ഈ ഒരു ഷിപ്പാണെങ്കിൽ പൊട്ടിത്തെറിക്കും. അതിനു മുന്നേ ഹീറോയ്ക്ക് രക്ഷപ്പെട്ടേ പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് മറ്റൊരു ചെറിയ ഷിപ്പ് ഉണ്ടായിരുന്നു. അതിനകത്തേക്ക് ഹീറോ കയറി ഇരിക്കുന്നതും ആ ഒരു ഷിപ്പാണെങ്കിലും ഇതിൽ നിന്ന് ഇജക്റ്റ് ആയിട്ട് നേരെ ആ ഒരു ഗ്രഹത്തിലേക്ക് അങ്ങനെ ഇറങ്ങുകയാണ്. അതുപോലെ അത്രയും വേഗതയിൽ ആ ഒരു ഗ്രഹത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഹീറോ ആണെങ്കിലും പെട്ടെന്ന് ബോധം കിട്ട് ഹീറോയുടെ ബോധം പോയിട്ട് അവനിങ്ങനെ ഉറങ്ങിക്കിടക്കാണ്. കുറെ കഴിഞ്ഞിട്ട് ഹീറോ കണ്ണു തുറക്കുമ്പോൾ ഹീറോ വന്ന ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അത് ആ ഒരു ഗ്രഹത്തിലേക്ക് ഇടിച്ചിറങ്ങി. അങ്ങനെ ഹീറോ ആണെങ്കിലും പെട്ടെന്ന് അവിടെ നിന്ന് താഴേക്ക് ചാടി ഇറങ്ങിയിട്ട് ഹാച്ച് എന്ന് പറഞ്ഞാൽ അവനായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. അതുമല്ലാതെ ഈ ഒരു ഷിപ്പിനകത്താണെങ്കിൽ ഒരു AI അസിസ്റ്റന്റ് അതാണെങ്കിൽ ഹീറോയോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഇറങ്ങിയിരിക്കുന്ന ഈ ഒരു ഗ്രഹം വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഗ്രഹമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗ്രഹത്തിലെ ഓക്സിജൻ ലെവല് ഭൂമിയിലുള്ള ഓക്സിജൻ ലെവലിനെ കാട്ടി കുറവായിരിക്കും. അതുമല്ലാതെ ഇവിടെയുള്ള കാറ്റിലെ ഒരുപാട് വിഷാംശങ്ങളെല്ലാം അടങ്ങിയതുകൊണ്ട് സ്പേസ് സ്യൂട്ട് ഇല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും വെളിയിലേക്ക് പോകാൻ കഴിയത്തില്ല. വെളിയിലേക്ക് പോയാലും അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ള കാര്യം ആ ഒരു AI ഹീറോയോട് ഇങ്ങനെ പറയുന്നതും ഹീറോ ആണെങ്കിലും പെട്ടെന്ന് ആ ഒരു സ്പേസ് സ്യൂട്ട് ഉണ്ടല്ലോ അതെടുക്കാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ആ ഒരു AI പറയും നിങ്ങൾ ഇതിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു സ്പേസ് സ്യൂട്ട് എടുക്കാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ നമ്മുടെ ഹീറോ എന്തായാലും ഈ ഒരു ഷിപ്പിനകത്തേക്ക് ഒളിച്ചാണല്ലോ കയറിയത്. അതുകൊണ്ട് എന്തായാലും അവന് ആ ഒരു സ്പേസ് സ്യൂട്ട് എടുക്കാനായിട്ട് കഴിയത്തില്ല. അതുമല്ല ഷിപ്പിനകത്തും അധികം നേരം നിൽക്കാൻ കഴിയത്തില്ല. വേറെ ഒന്നുമല്ല, ഈ ഒരു ഷിപ്പിനകത്തെ ഓക്സിജൻ ലെവലിൽ 12% മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹീറോ പറയും ഓക്കെ ശരി, ഈ ഒരു 12% ഈ ഒരു ഓക്സിജൻ വെച്ചിട്ട് എനിക്ക് എത്ര നേരം ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ കഴിയും എന്ന് ചോദിക്കുമ്പോഴും ആ ഒരു AI പറയുന്നത് അതിൽ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ലോഗിൻ ചെയ്താലേ ഇതെല്ലാം പറഞ്ഞു തരാൻ കഴിയത്തുള്ളൂ എന്ന്. അങ്ങനെ ഹീറോയ്ക്കും വേറെ വഴിയില്ലാതെ അവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു മാസ്ക് മാത്രം എടുത്തിട്ടിട്ട് നേരെ ആ ഒരു ഗ്രഹത്തിലേക്ക് വന്നിറങ്ങി നോക്കുമ്പോൾ ഇതൊരു മരുഭൂമി പോലെ കാണുകയാണ്. ഏതൊരു വശത്തേക്ക് തിരിഞ്ഞു നോക്കിയാലും കല്ല്, മണ്ണ്, മല, ഇത് മാത്രം. അതുമല്ല ഹീറോയെ കൊണ്ടും എന്തായാലും വെളിയിൽ അധികം നേരം നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോ ഓടി ആ ഒരു ഷിപ്പിനകത്തേക്ക് കയറുന്നതും ഇപ്പൊ ആ ഒരു ഷിപ്പിനകത്തെ ഇപ്പൊ ആരോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മെയിൻ ഷിപ്പ് ഉണ്ടല്ലോ അതിലെ ക്യാപ്റ്റൻ ഇവരോടെല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, ഇതേപോലെ നമ്മുടെ ഷിപ്പിൽ നിന്നും ഇജക്റ്റ് ആയിട്ട് കുറെ ഷിപ്പുകൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോയിട്ടുണ്ട്. അത് തകർന്ന് ആരെങ്കിലും ഇതുവരെ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്തായാലും മെയിൻ ഷിപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഇവിടേക്ക് വരാൻ ശ്രമിക്കുക എന്നിങ്ങനെയാണ് പറയുന്നത്. കാരണം ഇനി 1 മണിക്കൂറിനുള്ളിൽ ആ ഒരു സ്പേസ് ഷിപ്പ് ആ ഒരു സ്ഥലം വിട്ട് എന്തായാലും ഇവിടെ നിന്ന് പോവും, അതിന് മുന്നേ വരണം, ഇങ്ങനെ ഒരു കാര്യം കൂടി പറയുന്നതും. അപ്പോൾ നമ്മുടെ ഹീറോ ആലോചിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ഈ ഒരു സ്പേസ് സ്യൂട്ട് ഹീറോയ്ക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു ആസ്ട്രോണറ്റിനെ ഹീറോയ്ക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് അവരാരെയും കണ്ടുപിടിക്കാമെന്നും പറഞ്ഞിട്ട് ഹീറോ ഈ ഒരു ഷിപ്പിനകത്ത് നിന്ന് ഒരു തോക്കും എടുത്ത് വെളിയിലേക്കെല്ലാം ഇങ്ങനെ വന്ന് നോക്കുകയാണ്. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് വരുമ്പോഴത്തേക്കാണ് ആ ഒരു സ്പേസ് ഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്ന ആ ഒരു സ്ലീപ്പിംഗ് ചേംബർ ഉണ്ടല്ലോ അതൊരെണ്ണം താഴെ വീണിങ്ങനെ കിടക്കുന്നു. അതുമല്ല അതിനകത്ത് നിന്നും ഒരാൾ വെളിയിലേക്ക് ഇറങ്ങാനും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും അടുത്തൊരു കോഴി അവിടേക്ക് എന്തോ ഒരു ശബ്ദം കേട്ട് അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു സ്ലീപ്പിംഗ് ചേംബർ ഉണ്ട്. അതിൽ നിന്ന് ഒരുത്തൻ വെളിയിലേക്ക് വീണ് അവനാണെങ്കിൽ ആൾറെഡി മരിച്ചു കഴിഞ്ഞു.
അങ്ങനെ ആ ഒരു തോക്കെടുക്കാന്ന് പറഞ്ഞിട്ട് ഹീറോ അങ്ങനെ നിൽക്കുന്നതും ഹീറോയുടെ അടുത്തുള്ള ആ ഒരു ചേംബർ തുറന്ന് പെട്ടെന്ന് ഒരു പെണ്ണ് വെളിയിലേക്ക് വരികയാണ്. അവൾക്കാണെങ്കിൽ ശ്വാസം കിട്ടുന്നില്ല. പെട്ടെന്ന് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ അവന്റെ കയ്യിലുള്ള ആ ഒരു മാസ്ക് എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അവളെയും പൊക്കിയെടുത്ത് ഹീറോ ഉള്ള ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അതിനടുത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. അതേസമയം ആ കുഴിയിൽ മരിച്ചു കിടന്ന ആ ഒരു മുട്ടയെ കാണിക്കുമ്പോൾ അവനെ ഇപ്പോൾ എന്തോ ഒന്ന് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോ കൊണ്ടുവന്ന ആ ഒരു പെണ്ണുണ്ടല്ലോ അതാണ് നമ്മുടെ ഈ മൂവിലെ ഹീറോയിൻ. അവൾ കണ്ണു തുറക്കുന്നതും കണ്ണു തുറന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായി ഹീറോ എന്തായാലും ഈ ഒരു ഷിപ്പിലുള്ള ആളല്ലാന്ന്. അതുമല്ല ഇവിടെയുള്ള 12% ഓക്സിജൻ വെച്ചിട്ട് ഇവർക്ക് രണ്ടുപേർക്കും എന്തായാലും ഇതിനകത്ത് നിൽക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഹീറോയിൻ ഒരു സ്പേസ് സ്യൂട്ട് ആ ഒരു ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അത് വീണ്ടും അവളോടും പറയാണ് അതിലേക്ക് ലോഗിൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവളുടെ കണ്ണ് കൊണ്ടുവന്ന് അതിലേക്ക് കാണിച്ചിട്ട് അവൾ അങ്ങനെ ലോഗിൻ ചെയ്യുന്നതും ഒരു സ്പേസ് സ്യൂട്ട് കിട്ടി. അതുപോലെ ലോഗിൻ ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹീറോയിന്റെ പേര് ടെറൻ എന്നും അതേപോലെ തന്നെ അവൾ ഇതിനകത്ത് ഒരു ബയോളജിസ്റ്റ് ആണെന്നും ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആ ഒരു ആയിട്ട് ചോദിക്കും ശരി ആ ഒരു മെയിൻ ഷിപ്പ് ഉണ്ടല്ലോ അതിന്റെ ലൊക്കേഷൻ അതെവിടെയാണ് തകർന്നു വീണിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഈ ഒരു പറയും ആ ഒരു ഷിപ്പ് കിടക്കുന്ന ദൂരം ഇതിന്റെ റേഞ്ചിനെയും കാട്ടി കുറെ ദൂരമാണ് കിടക്കുന്നത്. അതുകൊണ്ട് അതെവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല എന്നാണ് ആ ഒരു പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി ഈ ഒരു എന്നെ വിശ്വസിച്ചിട്ട് ഒരു കാര്യമില്ല, ഇതിനെ കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവത്തില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു സ്പേസ് സൂട്ട് എടുത്തിട്ട് ഇവർ രണ്ടുപേരും അവിടുന്ന് നടന്നു പോവാണ്. അങ്ങനെ പോകുമ്പോഴത്തേക്കാണ് ഹീറോയിന് മറ്റൊരു കാര്യം മനസ്സിലാവുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഗ്രഹമൊന്നുമല്ല, ഇതൊരു ഉപഗ്രഹമാണെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭൂമിയെ സപ്പോർട്ട് ചെയ്താണല്ലോ ചന്ദ്രനുള്ളത്, അതുപോലെ മറ്റൊരു ഉപഗ്രഹമാണിത്. അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്കാണ് ഒരു പഴയ ഡ്രോൺ ഇവർക്ക് കിട്ടുന്നത്. അത് ഈ ഒരു ഗ്രഹത്തിലേക്ക് ഇവർ ഇറങ്ങുന്നതിന് മുന്നേ ഈ ഒരു ഗ്രഹം എങ്ങനെയുള്ളതാണെന്ന് അറിയാൻ വേണ്ടി ഇവർ വിട്ടൊരു ഡ്രോൺ ആണത്. അതുപോലെ ഇപ്പോൾ ആ ഒരു ഡ്രോണിനെ കാണുമ്പോഴത്തേക്കും അത് പഴയതുപോലെയായി. കാരണം ഇവർ ആ ഒരു ഡ്രോൺ വിട്ടത് ഏകദേശം 4 മണിക്കൂർ മുന്നേ ആണ്. പക്ഷേ ഇതിപ്പോൾ ഏകദേശം ഒരു 50 വർഷം കഴിഞ്ഞിട്ട് ഒരു ഡ്രോൺ അവിടെ കിടന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും അതുപോലെയാണ് ഇത് കിടക്കുന്നത്, അതും തുരുമ്പ് പിടിച്ചതുപോലെ. അപ്പോൾ ഈ ഹീറോയും പറയും ശരി ഒരു ഡ്രോണിന് ഈ ഒരു അവസ്ഥയാണെങ്കിൽ മനുഷ്യനായിട്ടുള്ള നമ്മുടെ സ്കിന്നിന്റെ അവസ്ഥ എന്തായിരിക്കും, അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഒട്ടും സേഫ് അല്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആ ഒരു മെയിൻ ഷിപ്പ് ഉണ്ടല്ലോ അതിൻ്റെ അടുത്തേക്ക് പോവാണ്. കുറേ ദൂരം ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഷിപ്പ് അവർ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ആണെങ്കിലും അവൻ്റെ ആ ഒരു തോക്ക് ഉപയോഗിച്ചിട്ട് കുറച്ച് ദൂരെയായിട്ട് ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കാണ് വേറെ ആരെയും അങ്ങനെ കാണുന്നില്ല. പക്ഷേ ഓറഞ്ച് കളറിലെ ഒരു വലിയ കല്ല് അവിടെ ഇരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യം നമ്മുടെ ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള ഗ്രഹമല്ലേ, ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണും, എന്തായാലും നമുക്ക് ആ ഒരു ഷിപ്പിനടുത്തേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഹീറോ പറയും ഇല്ലില്ല ഞാൻ വരുന്നില്ല, നീ എന്തായാലും പോയിക്കോ എന്ന് പറഞ്ഞിട്ട് ഹീറോയിനോട് പറയുമ്പോൾ ഹീറോയിൻ പറയും അല്ല ഇതിനു വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം സഞ്ചരിച്ച് എന്നോടൊപ്പം നീ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും ഇല്ല നീ ഒരു നല്ല ആൾ തന്നെയാണ്, പക്ഷേ നിന്റെ ഷിപ്പിലുള്ള ആളുകൾ അവരെങ്ങനെയുള്ളവരാണെന്ന് എനിക്കെങ്ങനെ അറിയാം, ഒരുപക്ഷേ നിന്റെ ഷിപ്പിലുള്ള ആളല്ല ഞാനെന്ന് അവർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ എന്നെ അപ്പം തന്നെ അവർ കൊല്ലും എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും നിന്നെ ആദ്യം തന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി നീ ഹാച്ചിൻ്റെ ആളാണെന്ന്. പക്ഷേ ഹാച്ച് എന്ന് പറഞ്ഞ അവനാണെങ്കിലോ വളരെ മോശമായിട്ടുള്ള ഒരുത്തൻ, അവന് വേണ്ടിയിട്ട് നീ എന്തിനാണ് ജോലി ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഹീറോ പറയും ഹേയ് ഹാച്ചിനെ പറ്റി ഒരിക്കലും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയരുത്, ഒരു ലാങ് ആയിരിക്കാം അവനെ പറ്റി ഇത്തരം കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോയിൻ പറയും ശരി ശരി ഞാൻ ഇനി കൂടുതലൊന്നും സംസാരിക്കുന്നില്ല, നിന്നെ എന്തായാലും നിർബന്ധിക്കുന്നില്ല എന്നും പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഷിപ്പിലേക്ക് പോകുന്നു, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ എന്നും പറഞ്ഞ് അവർ രണ്ടുപേരും രണ്ടു വഴിക്കായിട്ട് പോകുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവളുടെ ഷിപ്പിലേക്ക് പോകുന്ന സമയത്ത് ഹീറോ തിരിച്ച് ആ ഒരു ക്രാഷ് ആയിട്ടുള്ള ഷിപ്പുണ്ടല്ലോ അതിനകത്തേക്ക് തന്നെ കയറി വരികയാണ്. അങ്ങനെ ഹീറോ നേരെ തിരിച്ച് ആ ഒരു ഷിപ്പിലേക്ക് വന്നിട്ട് ആ ഒരു എയോട് പറയും ഹീറോയിൻ നേരത്തെ ഇതിൽ ലോഗിൻ ചെയ്തല്ലോ, അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇത് ലോഗിൻ ആണ്, അതുകൊണ്ട് ഈ ഒരു ഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് സ്പേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഇങ്ങനെ പറയുമ്പോൾ ആ ഒരു എ പറയും അതൊരിക്കലും നടക്കത്തില്ല, കാരണം ഹീറോയിൻ ഒരു ബയോളജിസ്റ്റ് ആണ്, അവൾ ഒരിക്കലും ഒരു പൈലറ്റ് അല്ല. ഒരു പൈലറ്റ് വന്നിട്ട് ഇതിൽ ലോഗിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മുകളിലേക്ക് ഒരു ഷിപ്പ് കൊണ്ടുപോകാനായിട്ട് കഴിയത്തുള്ളൂ എന്നാണ് ആ ഒരു എ ഇപ്പോൾ ഹീറോയോട് പറയുന്നത്. എന്നിട്ട് ആ ഒരു എ പറയും ശരി എനിക്ക് മറ്റു കുറച്ച് വിവരങ്ങൾ നിങ്ങളോട് പറയാൻ കഴിയും എന്ന് പറയുമ്പോൾ ഓക്കെ ശരി അത് പറയുമ്പോൾ ഈ ലാങ് എന്ന് പറയുന്നവൻ ഹാച്ചിനെ പിടിച്ചു വെച്ചിരുന്ന ആ ഒരു സമയത്ത് അവനായിട്ട് കുറെ സത്യങ്ങൾ ഇവരോട് പറഞ്ഞിരുന്നു. അത് വെച്ച് തന്നെ മനസ്സിലാക്കി ഹാച്ച് എന്ന് പറഞ്ഞവൻ ഒരിക്കലും ഒരു നല്ല വ്യക്തിയല്ലാന്ന്. ഇവരുടെ ഗവൺമെന്റിനെതിരെ ഒരുപാട് കാര്യങ്ങൾ മോശമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരെ കൊന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ലാങ് റെഡിയാക്കുന്ന ആ ഒരു വലിയ ജയിലുണ്ടല്ലോ അതില്ലാതാക്കാൻ വേണ്ടിയിട്ടും ഒരുപാട് പേരുടെ മനസ്സ് മാറ്റി അവരെല്ലാവരെയും ലാങ്ങിനെതിരായിട്ട് തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിലും നല്ല ദേഷ്യം. അപ്പോൾ ഹീറോ ചോദിക്കും ഓക്കെ അവൻ ഏതോ ഒരു ജയിലിനെ പറ്റി പറഞ്ഞിരുന്നല്ലോ, എന്തോ കണ്ടുപിടുത്തം, അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു പറയും ഇല്ല അത് മാത്രം എനിക്ക് പറയാൻ കഴിയത്തില്ല, അത് ടോപ്പ് സീക്രട്ട് ആണെന്ന് പറയും. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അതേ സമയം ആ ഒരു മെയിൻ ഷിപ്പിലെ ഒരാള് എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കുകയാണ്. ഈ ഒരു ഷിപ്പ് പുറപ്പെടാനായിട്ട് ഇനി 1/2 മണിക്കൂർ മാത്രമേ ഉള്ളൂ, അതിന് മുന്നേ ആർക്കെങ്കിലും വരാനുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവിടേക്ക് വരണമെന്ന് പറഞ്ഞിട്ടാണ് അതിലൂടെ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഹീറോ വിചാരിക്കും ശരി ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ശരിയാവത്തില്ല, അതുകൊണ്ട്
നേരെ ആ ഒരു മെയിൻ ഷിപ്പിന്റെ അടുത്തേക്ക് പോവാം, ഇല്ലാന്നുണ്ടെങ്കിൽ തന്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് ഹീറോ പെട്ടെന്ന് ഇവരുടെ ആ ഒരു മെയിൻ ഷിപ്പിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ഹീറോയിൻ അവിടെ നിന്നിട്ട് ഇത്രയും പെട്ടെന്ന് നിന്റെ മനസ്സ് മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ഹീറോ പറയും, ഹേയ് സംസാരിക്കാൻ സമയമില്ല, ഇനി 1/2 മണിക്കൂറിനുള്ളിൽ ആ ഒരു മെയിൻ ഷിപ്പ് അത് ഇവിടെ നിന്ന് പുറപ്പെടും, ബാ പെട്ടെന്ന് പോവാന്ന് പറയുമ്പോൾ ഹീറോയിൻ നിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഗുഹയുണ്ട്, അതിനകത്ത് എന്തോ ഒന്ന് അനങ്ങുന്നത് പോലെ. പക്ഷെ അതൊന്നും അവർ ശ്രദ്ധിക്കത്തില്ല. രണ്ടുപേരും നേരെ ആ ഒരു മെയിൻ ഷിപ്പിന്റെ അടുത്തേക്ക് ഓടി ഇങ്ങനെ വരികയാണ്. പക്ഷെ രണ്ടുപേരും ആ ഒരു മെയിൻ ഷിപ്പിന്റെ അടുത്തേക്ക് ഓടി ഇങ്ങനെ വരുന്ന സമയത്ത് ആ ഒരു ഷിപ്പാണെങ്കിൽ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇവരാണെങ്കിൽ ഓടി വന്നിട്ട് പോരുത് പോരുത് എന്നല്ല ഇങ്ങനെ വെളിയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്. പക്ഷെ അതിന് മുന്നേ തന്നെ ആ ഒരു ഷിപ്പ് അവിടെ നിന്നും മുകളിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെ ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് രണ്ടുപേരും അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് നമ്മുടെ ഹീറോയുടെ കാലിൽ എന്തോ ഒന്ന് വലിച്ചെടുത്ത് അവനെ ഒരു കുഴിക്കകത്തേ ഇങ്ങനെ കൊണ്ടുവന്നു. ഹീറോയിൻ ഇത് കണ്ടിട്ട് ഓടി വന്ന് അവനെ പിടിച്ച് പുറത്തേക്ക് എടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കൊണ്ട് കഴിയുന്നില്ല. അതിനു മുന്നേ തന്നെ ഹീറോയെ പൂർണ്ണമായിട്ടും വലിച്ചെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ വേറെ ഒന്നും ചെയ്യാൻ കഴിയാതെ ഹീറോയിനും നേരെ തിരിച്ച് അവളുള്ള ഇവർ വന്ന ഒരു ഷിപ്പുണ്ടല്ലോ, ചെറിയ ഷിപ്പ്, അതിനകത്തേക്ക് പോവാണ്. അങ്ങനെ ഇപ്പോൾ 4 ദിവസം കഴിഞ്ഞു. കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഷിപ്പിനകത്തെ ഓക്സിജൻ ലെവല് ഇപ്പോൾ 0 ആയി. അതേസമയം ഹീറോയിന്റെ കയ്യിൽ എന്തോ ഒരു മെഷീൻ ഉണ്ട്, അതിനകത്ത് ഏതോ ഒരു സ്ഥലം ഇങ്ങനെ ഡിക്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നതും അതെന്താണെന്ന് അറിയാൻ വേണ്ടി അത് ഫോളോ ചെയ്ത് ഹീറോയിൻ ആ ഒരു സ്പേസ് സ്യൂട്ട് ഉണ്ടല്ലോ അതും എടുത്തിട്ട് അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ ഹീറോയിൻ ഒരുപാട് ദൂരം നടന്നു ചെന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ ആ ഒരു തോക്ക് വഴി നോക്കുമ്പോൾ എന്തോ ഒരു ഓറഞ്ച് കളറിലെ ഒരു കല്ല് കണ്ടിരുന്നല്ലോ, അതിനടുത്തേക്കാണ് ചെല്ലുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ ആ ഒരു കല്ല് തുറന്ന് എന്തോ ഒന്ന് വെളിയിലേക്ക് പോയതുപോലെയും കാണുന്നുണ്ട്. അങ്ങനെ ഹീറോയിൻ ആണെങ്കിലും ആ ഒരു ടോർച്ച് എടുത്തിട്ട് അടുത്തെല്ലാം ഇങ്ങനെ അടിച്ചു നോക്കാണ് എന്താണ് പോയെന്ന് അറിയാൻ വേണ്ടി. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോ കുറച്ച് ദൂരെയായിട്ട് ഇങ്ങനെ മയങ്ങി കിടക്കുന്നു. അതുമല്ല അവന്റെ ദേഹത്താണെങ്കിൽ ജെല്ല് പോലെ എന്തൊക്കെ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ ഹീറോയ്ക്ക് എന്ത് സംഭവിച്ചെന്നറിയാതെ ഹീറോയിൻ എന്താ ചെയ്യുന്ന വെച്ചാൽ അവനെ തൂക്കിയെടുത്ത് നേരെ ആ ഒരു ഷിപ്പിലകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു AI ഇപ്പോൾ അവന്റെ ശരീരം സ്കാൻ ചെയ്തിട്ട് പറയുന്നത് ഹീറോയുടെ ശരീരം ഈ ഒരു ഗ്രഹത്തിന് യോജിക്കുന്ന രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ നമ്മുടെ ഹീറോയും പെട്ടെന്ന് കണ്ണുറന്ന് എഴുന്നേറ്റിട്ട് രണ്ടുപേരും അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് അടുത്ത ഒരു ടെസ്റ്റ് വേറെ ഒന്നുമല്ല. സ്റ്റാർട്ടിങ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയുടെ കാല് അവൻ തന്നെ ഷൂട്ട് ചെയ്ത് മുറിച്ച ആ ഒരു കാര്യം നമ്മൾ കണ്ടിരുന്നു. അതിന് പകരമായിട്ട് ഒരു റോബോ കാലും വെച്ചിരുന്നു. പക്ഷെ ഇപ്പൊ കാണിക്കുമ്പോൾ ആ മുറിഞ്ഞു പോയ കാലിന്റെ അടുത്ത് പൂർണ്ണമായിട്ടും അവന്റെ 2 കാലിനും ഇപ്പൊ ഒരു കുഴപ്പമില്ല. ഇത് കണ്ടിട്ട് നമ്മുടെ ഹീറോയ്ക്ക് പോലും അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഹീറോ ചോദിക്കുന്നുണ്ട്, എന്നെ കാണാതായിട്ട് എത്ര ദിവസമായെന്ന് ചോദിക്കുമ്പോൾ 4 ദിവസമായെന്ന് പറയും. അതുമല്ലാതെ നമ്മൾ ഈ ഒരു ഗ്രഹത്തിൽ ഒറ്റയ്ക്കല്ല, ഈ ഒരു ഗ്രഹത്തിൽ ഏതൊരു ഏലിയൻ ഉണ്ട്, ആ ഒരു ഏലിയനാണ് നിന്നെ കൊണ്ടുപോയി നിന്റെ ശരീരം ഹീൽ ചെയ്തിട്ട് നിന്റെ കാല് പഴയ രൂപത്തിലാക്കി മാറ്റിയത്. ഇപ്പോൾ ഈ ഒരു ഗ്രഹത്തിലെ മനുഷ്യരായിട്ട് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും മെയിൻ ഷിപ്പിലേക്ക് പോയി. അതുകൊണ്ട് നമ്മളെങ്ങനെ ഈ ഒരു ഗ്രഹത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും, അത് മാത്രമാണ് എനിക്ക് അറിയാത്തത്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല നീ എന്നെ എവിടെ നിന്നാ കണ്ടുപിടിച്ചേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഇവർക്ക് എന്തോ ഒരു ഐഡിയ കിട്ടിയിട്ട് ഹീറോയെ കണ്ടുപിടിച്ചില്ല ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള കല്ല് അതിനടുത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴത്തേക്കാണ് സത്യത്തിലെ അതൊരു കല്ലൊന്നുമല്ല, അതൊരു മുട്ടയാണ്. ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. അതേസമയം അതിനകത്ത് മറ്റൊരു മനുഷ്യനും കൂടിയുണ്ട്. ആ ഒരു കാര്യം അവർ കണ്ടിട്ട് ആ മുട്ട പൊട്ടിച്ച് ഇപ്പോൾ ഉള്ളിലുള്ള ആള് ആരാണെന്ന് നോക്കുമ്പോഴത്തേക്കും ഹീറോയിടേക്ക് വരുന്ന സമയത്ത് ഒരു മുട്ട താഴേക്ക് വീണ് മരിച്ച് അവനൊരു ഏലിയൻ വലിച്ചെടുത്തോണ്ട് പോയത് കണ്ടിരുന്നല്ലോ, അവനാണ് ഇപ്പോൾ അതിനകത്തുള്ളത്. അങ്ങനെ അവനെ കാണുന്നതും അവനെ പൊക്കിയെടുത്ത് ഇവരുടെ ഷിപ്പിനടുത്തേക്ക് കൊണ്ടുവന്നിട്ട് അവന്റെ ശരീരം സ്കാൻ ചെയ്യാണ്. അപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഒരു കാര്യം പറയുന്നത്, ഒരുപക്ഷെ ഇവനൊരു പൈലറ്റ് ആണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് അവന്റെ കണ്ണിങ്ങനെ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും അവൻ എന്തായാലും ഒരു പൈലറ്റ് തന്നെയാണ്. ഇത് കാണുന്നത് ഹീറോയിൻ ആകെ ആശ്വാസമായിട്ട്, ഓ ഇനി എങ്ങനെയെങ്കിലും നമുക്ക് ഈ ഒരു ഷിപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം എന്ന് പറഞ്ഞു നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു മുട്ട കണ്ണുറക്കാണ്. അതുപോലെ എഴുന്നേറ്റവൻ പറയുന്നുണ്ട്, അതുപോലെ എഴുന്നേറ്റിട്ട് അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല, അതെന്തായാലും നമ്മുടെ പുറകെ വരും, നമ്മളെ അത് ഇല്ലാതാക്കും എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹീറോയിനും അവനെ സമാധാനപ്പെടുത്താണ്. അപ്പോൾ ആ മുട്ടയാണെങ്കിലും വെപ്രാളപ്പെട്ടിട്ട് അവൻ്റെ തോക്കെടുത്ത് ഇങ്ങനെ ചൂണ്ടുന്നതും ഹീറോ വിചാരിക്കും ഇവൻ എന്തെങ്കിലും ചെയ്യാൻ പോവാണെന്ന് വിചാരിച്ചിട്ട് ഓടിച്ചെന്ന് അവനെ ഇടിക്കാണ്ട് ചെല്ലുമ്പോൾ അതിനു മുന്നേ തന്നെ അവൻ തോക്കെടുത്ത് നമ്മുടെ ഹീറോയിനെ ഷൂട്ട് ചെയ്യുന്നു. ഹീറോയിൻ അവിടെ തന്നെ മരിച്ചു വീഴാണ്. ഇത് കാണുന്നത് ഹീറോ നല്ല രീതിയിൽ ആ മുട്ടേനെ നല്ലതുപോലെ ഇടിക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു മുട്ടേനെ ഇടിച്ചിടിച്ച് കൊന്നതിന് ശേഷം ഹീറോ നോക്കുമ്പോഴത്തേക്കും ഹീറോന്റെ നെഞ്ചിലും ബുള്ളറ്റ് കയറിയിട്ടുണ്ട്. വേദന സഹിക്കാൻ കഴിയാതെ ഹീറോ നേരെ മയങ്ങി താഴേക്ക് വന്ന് വീണ്. അടുത്ത ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ ഹീറോയുടെ ദേഹത്ത് ഡ്രസ്സൊന്നും കാണാനില്ല. അതുമല്ല അവന്റെ ഡ്രസ്സ് ആണെങ്കിൽ മണ്ണിനടിയിൽ ഇങ്ങനെ കിടക്കുന്നു. അങ്ങനെ അതെല്ലാം എടുത്തിട്ടിട്ട് ഹീറോ അവിടെ നിന്ന് ഓടി ആ ഒരു മുട്ടേനെ അടിച്ച് കൊന്നല്ലോ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ അവന്റെ എല്ല് മാത്രമേ ഉള്ളൂ അവിടെ കാണാനായിട്ട്. അതുപോലെ ഷിപ്പിനടുത്തുള്ള നമ്മുടെ ഹീറോയിനല്ലേ, അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഓടി ചെല്ലുമ്പോൾ അവിടെ അവളുടെ എല്ലുകൾ മാത്രമേ കാണാവുള്ളൂ. ഇപ്പോൾ മരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞതുപോലെ. അപ്പോൾ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ആ ഒരു വിഷമത്തിൽ ഓടി ആ ഒരു ഷിപ്പിനകത്തേക്ക് കയറിയിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും എഞ്ചിൻ ഫെയിൽഡ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നു. അപ്പോൾ ഈ ഹീറോ ചോദിക്കും, ശരി ഈ ഒരു ഷിപ്പ് വിട്ട് പോയിട്ട് എത്ര നാളായെന്ന് ആ ഒരു ഏയോട് ചോദിക്കുമ്പോഴത്തേക്കാണ് അത് പറയുന്നത് ഏകദേശം 34 ദിവസം.
അത്രയും ദിവസം നിങ്ങൾ ഒരിക്കലും പോയിട്ട് തിരിച്ചു വന്നില്ലായിരുന്നു, ഇപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്ക് 34 ദിവസമായിട്ട് അവൻ എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഹീറോ എന്തായാലും വിചാരിക്കും, ശരി എന്തായാലും ഈ ഒരു ഷിപ്പ് ശരിയാക്കാം. അതിനു മുന്നേ ആ ഒരു ഗുഹയ്ക്കുള്ളിൽ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തോക്ക് കൊടുത്ത് അതുപോലെ ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും എന്തൊക്കെയോ കാര്യങ്ങൾ കാണാൻ കഴിയുന്നുണ്ട്. അതുമല്ല അകത്തേക്ക് ചെല്ലുമ്പോൾ അവൻ്റെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ അവൻ അങ്ങനെ കൈ നീട്ടുമ്പോൾ എന്തോ ഒരു സിഗ്നൽ പാസ് ചെയ്ത് പോയതുപോലെ അവന് തോന്നുന്നുണ്ട്. അതുപോലെ അത് ഇതിനു മുന്നേ അവർക്ക് കണ്ടുകിട്ടിയ ആ ഒരു പഴയ ഡ്രോൺ ഉണ്ടല്ലോ, അതെടുത്തുകൊണ്ട് വന്നിട്ട് അതിലുള്ള പാർട്സ് എല്ലാം വെച്ചിട്ട് ഈ ഒരു ഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നാളായിട്ട് ഒരുപാട് മാസങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഈ ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഹീറോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബോറടിക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ളൊരു കാർട്ടൂൺ ഇട്ട് ഇങ്ങനെ കാണുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് വെളിയിൽ ആ ഒരു ഏലിയൻ ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെ അത് ശബ്ദം ഉണ്ടാക്കുന്നത് നമ്മുടെ ഹീറോയുടെ ശരീരത്തിൽ എന്തൊക്കെയോ മാറ്റം ഇങ്ങനെ സംഭവിക്കുകയാണ്. ഹീറോയെ കൊണ്ട് അനങ്ങാൻ പോലും കഴിയുന്നില്ല, അവരുടെ ശരീരം പെട്ടെന്ന് വിയർക്കുന്നു, നടക്കാൻ കഴിയുന്നില്ല, ഇഴഞ്ഞിഴഞ്ഞാണ് പോകുന്നത്. അപ്പോഴേക്കും ആ ഒരു AI പെട്ടെന്ന് ഹീറോയെ സ്കാൻ ചെയ്തിട്ടാണ് പറയുന്നത്, നീ ഈ ഒരു ഷിപ്പിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല, എത്രയും പെട്ടെന്ന് വെളിയിലേക്ക് പോകണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഷിപ്പ് തന്നെ ഇല്ലാതാവും. അങ്ങനെ ഇതെല്ലാം കേൾക്കുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിലും ആ ഒരു ഏലിയനെ കൊല്ലാതെ വേറെ ആ ഒരു ഏലിയനെ കൊന്നേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് തൂക്ക് കൊടുത്ത് അതിനടുത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. ഓടി അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ആ ഒരു ഏലിയൻ പെട്ടെന്ന് ഇവന്റെ മുന്നിലേക്ക് വന്ന് അങ്ങനെ ഈ ശബ്ദം ഉണ്ടാക്കുന്നത് ഹീറോ പേടിച്ച് തിരിച്ചൊരു ഒറ്റ ഓട്ടം. അങ്ങനെ ഹീറോ ഓടി വരുമ്പോഴത്തേക്കാണ് ഒരു ടെസ്റ്റ്, വേറെ ഒന്നുമല്ല, ആ ഒരു ഏലിയൻ സത്യത്തിലുള്ളത് ഹീറോയുടെ ശരീരത്തിൽ തന്നെയാണ്. അതിന്റെ കൈ കാലെല്ലാം ഹീറോയുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് അങ്ങനെ വരുന്നതും അത് കഴിഞ്ഞ് ഹീറോ ബോധമില്ലാതെ വീഴാണ്. പിന്നീട് കാണിക്കുമ്പോഴത്തേക്ക് അവന്റെ ദേഹത്ത് ഡ്രസ്സൊന്നും ഇല്ലാതെ ആ ഒരു മണ്ണിൽ കിടക്കുന്നു. അങ്ങനെ ആ ഒരു ഡ്രസ്സെല്ലാം എടുത്തിട്ട് വീണ്ടും ആ ഒരു ഷിപ്പിനകത്തേക്ക് വന്നിട്ടാണ് AIയോട് പറയുന്നത്, എൻ്റെ ശരീരത്തിലുള്ള ആ ഒരു ഏലിയനെ എനിക്ക് എത്രയും പെട്ടെന്ന് പുറത്തെടുത്തേ പറ്റൂ, എന്നാലേ എനിക്ക് തിരിച്ച് ഭൂമിയിലേക്ക് പോയിട്ട് എൻ്റെ അച്ഛനെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ എന്നെല്ലാം പറയുമ്പോഴത്തേക്കും ആ ഒരു AI പറയും, എന്ത് നിങ്ങളുടെ അച്ഛനെ രക്ഷിക്കാൻ പോണെന്നു, ആൾറെഡി അദ്ദേഹത്തെ കൊല്ലുന്ന ആ ഒരു ദിവസം കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോൾ 2 ദിവസമായി, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛൻ എന്തായാലും മരിച്ചു കാണും എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയ്ക്ക് അത്രയും ദേഷ്യം, അവിടെ എന്ത് ചെയ്യണമെന്ന പോലും അറിയത്തില്ല. ആ ഒരു വേദനയെല്ലാം സഹിക്കാൻ കഴിയാതെ അവൻ നേരെ വെളിയിലേക്ക് വന്നിട്ട് അങ്ങനെ കിടക്കാണ്. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മുടെ ഹീറോ ഈ ഒരു ഗ്രഹത്തിൽ തന്നെയാണുള്ളത്. അതുമല്ലാതെ ഈ ഒരു ഏലിയൻസ് ഹീറോ ഉള്ള ആ ഒരു സ്ഥലത്തേക്ക് വരാതിരിക്കാൻ വേണ്ടി അവിടെ വേലിയെല്ലാം കെട്ടിവെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ആ ഒരു ഷിപ്പിനകത്ത് കാണിക്കുമ്പോൾ പ്രത്യേക തരത്തിലുള്ള എന്തൊക്കെ ചെടികളൊക്കെ ഇങ്ങനെ മുളച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കാണ് എത്ര നാളെന്നും പറഞ്ഞിട്ട് ഈ ഒരു ഗ്രഹത്തിൽ ഒറ്റയ്ക്ക് താമസിക്കാനായിട്ട്, അതുകൊണ്ട് ഒരു കണ്ണാടി പീസ് എടുത്ത് കഴുത്തറുത്ത് ചാവാന്നും പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് എന്ത് തോന്നിയെന്നറിയത്തില്ല, അവനൊന്നും ചെയ്യാതെ ശരി ഇനിയും ജീവിക്കാന്നും പറഞ്ഞ് അങ്ങനെ തീരുമാനം എടുക്കാണ്. അത് കഴിഞ്ഞ് മുകളിലേക്ക് നോക്കുമ്പോൾ ഒരുപാട് ഉൽക്കകൾ ഈ ഒരു ഗ്രഹത്തെ നോക്കി ഇങ്ങനെ വരുന്നതായിട്ട് ഹീറോ കാണുന്നുണ്ട്. പക്ഷെ അതൊന്നും ഹീറോ വലിയ കാര്യമാക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഷിപ്പിനകത്തേക്ക് വന്ന് ഹീറോയിൻ്റെ തകർന്നു പോയ ഒരു ഹെൽമെറ്റ് ഉണ്ടല്ലോ അതെടുത്ത് ഒരു മലയുടെ മുകളിലേക്ക് പോയിട്ടാണ് ഹീറോയിൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പോലെ അവളോട് സംസാരിക്കുന്നത് പോലെയും എന്തൊക്കെയോ കാര്യങ്ങൾ ആ ഒരു ഹെൽമെറ്റിനെ നോക്കി ഇങ്ങനെ പറയുന്നുണ്ട്. അതുപോലെ അങ്ങനെ സംസാരിക്കുമ്പോൾ മുന്നിലായിട്ട് ഈ തിളങ്ങുന്ന മിന്നാമിനിങ്ങല്ലേ അതുപോലെ എന്തൊക്കെയോ പ്രാണികൾ ആ ഒരു ഗ്രഹത്തിൽ നിന്ന് ഇങ്ങനെ പറന്നു പോകുന്നു. അങ്ങനെ അതെല്ലാം കണ്ടിട്ട് ഹീറോ തിരിച്ച് അവൻ്റെ ആ ഒരു ഷിപ്പിനടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൻ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ഒരു വേലികളുണ്ടല്ലോ അതെല്ലാം തകർന്നു കിടക്കുന്നു. അപ്പോൾ എന്തായാലും ആ ഒരു ഏലിയൻസ് ആയിരിക്കും ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ അത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു AIയോട് അതാരാണെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ആ ഒരു AI പറയും, ഇതിനു മുന്നേ ഒരു മൊട്ടേനെ ഹീറോ അടിച്ച് കൊന്നിരുന്നല്ലോ, അവനാണ് ഇവിടേക്ക് വന്നിട്ട് പോയതെന്ന് ഇങ്ങനെ പറയും. അതുമല്ല നിന്റെ ഹെൽത്ത് കണ്ടീഷനും അവൻ്റെ ഹെൽത്ത് കണ്ടീഷനും ഏകദേശം ഒരുപോലെ തന്നെയാണ്, പക്ഷെ അവനിൽ നിന്ന് എന്തൊക്കെയോ പ്രത്യേകതകൾ നിനക്ക് മാത്രമായിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ കണ്ടുപിടിച്ചത് അവൻ്റെ ആ ഒരു ഹാർട്ട് ബീറ്റ് വെച്ച് മാത്രമാണ്. നീ ആ ഒരു ഏലിയൻ്റെ ഏതെങ്കിലും ഒരു ചെറിയ സാമ്പിൾ ഇവിടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് പറയാൻ കഴിയുമെന്ന് ആ ഒരു AI ഹീറോയോട് പറയുന്നു. അതുപോലെ നിന്റെ ശരീരത്തിലുള്ള ആ ഒരു ഏലിയൻ അതിനെ എങ്ങനെ പുറത്തു കൊണ്ടുവരാം, ആ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ആ ഒരു AI ഹീറോയോട് പറയുന്നതും. അപ്പോൾ ഇതെന്തായാലും നല്ലൊരു ഐഡിയ ആണ് എന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. ആ ഒരു ഏലിയൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ മരിച്ചുപോയ ഇവരുടെ ശരീരം എടുത്ത് അതൊരു ക്ലോണിനെ ഉണ്ടാക്കി അതുവഴിയാണ് ആ ഒരു ഏലിയൻ ജീവിക്കുന്നത്. അതുപോലെ തന്നെയാണ് ആ ഒരു മുട്ട മരിച്ചതിന് ശേഷം അവൻ്റെ ശരീരം എടുത്ത് അതിനുള്ളിൽ കയറി അവൻ്റെ ശരീരം അതേപോലെ ക്ലോൺ ചെയ്തിട്ട് ആ ഒരു ഏലിയൻ ഇപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവൻ തന്നെ സ്വയം കഴുത്താർത്ത് അങ്ങനെ മരിക്കാണ്. അങ്ങനെ മരിക്കുമ്പോഴത്തേക്കും അവനെ പോലെയുള്ള മറ്റൊരു ക്ലോണിനെ ആ ഒരു ഏലിയൻ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു ക്ലോണിനെ ഉണ്ടാക്കി തീരുന്നതും ആ ഒരു ഹീറോ അങ്ങനെയും വന്നിട്ട് മരിച്ചുപോയ ആ ഒരു ക്ലോണിന്റെ ശരീരമല്ലേ അതിനെ ഒരിടത്തുകൊണ്ട് വന്ന് കെട്ടിയിട്ട് ഒരു കെണി പോലെ ആക്കിയിട്ട് ആ ഒരു ഏലിയൻ ഇപ്പോൾ അവിടേക്ക് വരുന്നതും കറക്റ്റ് സമയത്ത് നമ്മുടെ ഹീറോ തോക്ക് കൊണ്ടുവന്ന് അതിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുകയും ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഏലിയൻ എന്തായാലും ഇല്ലാതായി. അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് ഏലിയൻസ് എന്തായാലും ഈ ഗ്രഹത്തിലുണ്ടാവും. അതിനെല്ലാം കൊന്നാൽ മാത്രമേ ഹീറോയ്ക്ക് ഇവിടെ നിന്ന് രക്ഷോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ ബാക്കിയുള്ള ഏലിയൻസ് കരയുന്ന ആ ഒരു ശബ്ദം കേൾക്കുന്നതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ചത്ത ഏലിയനെ എടുത്ത് ഷിപ്പിലേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു AIയോട് പറയും, ശരി ഇതിനെ വെച്ചിട്ട് നിനക്കറിയാവുന്ന കാര്യങ്ങൾ പറയുമ്പോൾ
ആ ഒരു AI പറയും, നിങ്ങൾ മരിച്ചതിന് ശേഷം വീണ്ടും ജീവിച്ചു വരാൻ കാരണം നീ എവിടെ വെച്ചാണോ മരിച്ചത് ആ ഒരു സ്ഥലത്ത് വെച്ച് ആ ഒരു ഏലിയൻ നിന്നെ വീണ്ടും ക്ലോൺ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു മുട്ടയെ കൊല്ലുന്ന സമയത്തും അതുപോലെ തന്നെ നിങ്ങൾ സ്വയം കഴുത്തറുത്ത് മരിക്കുന്ന സമയത്തും ഒരു കുട്ടിയെ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരു അമ്മ എങ്ങനെ കരയും, അതുപോലെയാണ് ആ ഒരു ഏലിയനും കരഞ്ഞിട്ടുള്ളത്. ആ ഒരു ശബ്ദമാണ് നമ്മുടെ ഹീറോയും കേട്ടിട്ടുള്ളത്. അതുപോലെ ഇപ്പൊ ആ ഒരു AI അടുത്തൊരു ടെസ്റ്റ് കൊടുക്കുന്നു. 3 വർഷത്തിന് മുന്നേ നമ്മുടെ ഹീറോയിനും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് ശ്രമിച്ചിരുന്നു. ആ ഒരു സമയത്താണ് ആ ഒരു മുട്ട അവിടേക്ക് വന്നിട്ട് ഹീറോ ആ ഒരു മുട്ടയെ അടിച്ചു കൊല്ലുന്നതും. അത് കഴിഞ്ഞ് ഹീറോയും ബോധമില്ലാതെ അവിടെ കിടക്കുമ്പോഴത്തേക്കും സത്യത്തിൽ ഹീറോയിൻ ഒരിക്കലും മരിച്ചില്ലായിരുന്നു. ഹീറോയിൻ അവിടെ നിന്നും കിഴക്ക് ഭാഗത്തേക്ക് ഒരുപാട് ദൂരം നടന്ന് കുറെ ദൂരം പോയതിനു ശേഷം ഹീറോയിന്റെ ആ ഒരു സിഗ്നൽ കട്ടാവുകയാണ് ചെയ്തത് എന്നുള്ള കാര്യം ആ ഒരു AI പറയുന്നതും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹീറോയിൻ ഇപ്പോഴും ജീവിച്ചിരിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. അതുമല്ല ആ ഒരു ഏലിയൻ ആണെങ്കിലോ ഇവർ മരിച്ച ആ ഒരു സ്ഥലത്ത് വെച്ച് തന്നെയാണ് വീണ്ടും അതിനെ ക്ലോൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അതിനെ തടയാൻ കഴിയും. അങ്ങനെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ഹീറോ പെട്ടെന്ന് ആ ഒരു AIയോട് ദേഷ്യപ്പെടാണ്. ഇത് ഇപ്പോൾ പറയാതെ 3 വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയത്തില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ആ AI പറയും, എന്ത് ചെയ്യാനാണ്, എന്നോട് ചോദിച്ചാൽ മാത്രമല്ലേ എനിക്ക് മറുപടി പറയാൻ കഴിയത്തുള്ളൂ. ആ രീതിയിലാണ് എന്നെ പ്രോഗ്രാം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമേ എനിക്കതിന് മറുപടി തരാൻ കഴിയത്തുള്ളൂ. അങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിനെ കണ്ടുപിടിക്കാനായിട്ട് പോവാണ്. അതുമല്ല ആ ഒരു AIനെ കാണിക്കുമ്പോൾ അതിന്റെ രൂപം മൊത്തം മാറ്റിയിട്ട് ഹീറോയുടെ കൂടെ തന്നെ കൊണ്ടുപോകുന്ന ഒരു മെഷീനാക്കി, പറക്കുന്ന രീതിയിലുള്ള മെഷീനാക്കി മാറ്റിയിട്ടാണ് അതിനെ ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഹീറോയിന്റെ സിഗ്നൽ എവിടെ വെച്ചാണോ കട്ടായത് അത് വീണ്ടും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും ഒരുപാട് ദൂരം ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു മലയുടെ അടുത്തായിട്ട് വലിയൊരു ഗുഹ ഇങ്ങനെ കാണുന്നത്. അത് കാണുമ്പോൾ അവർ AI പറയും, അതിനകത്ത് നിന്നും എന്തോ ഒരു സിഗ്നൽ കിട്ടുന്നുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ ഒരു കോടാലി എടുത്തിട്ട് ആ ഒരു ഗുഹയ്ക്കകത്തേക്ക് നടന്നു പോവാണ്. അങ്ങനെ ഹീറോ അകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഒരു ഏലിയൻ അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരുമ്പോൾ ആ ഒരു കോടാലി ഉപയോഗിച്ചിട്ട് അതിനെ അടിച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതുമല്ല ആ ഒരു ഏലിയൻ ആണെങ്കിൽ നമ്മുടെ AIനെ അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതിനു മുന്നേ തന്നെ ഹീറോ അതിനെ കൊല്ലുന്നത് കൊണ്ട് പെട്ടെന്ന് ആ ഒരു ഗുഹയ്ക്കകത്ത് നിന്നും ഒരു വലിയ ശബ്ദം കേൾക്കാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഹീറോ കുറച്ചുകൂടി അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഹീറോയുടെ ശരീരം അതേപോലെ തന്നെ ആ ഒരു മുട്ടയുടെ ശരീരം ഉണ്ടല്ലോ, ഇവരുടെ രണ്ടുപേരുടെ ശരീരം അവിടെയുള്ള ചുമരിൽ ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ആ ഒരു ഏലിയൻ ഇവരെ വീണ്ടും ഇങ്ങനെ ക്ലോൺ ചെയ്ത് വിടുന്നത്. അപ്പൊ ഈ ഒരു ചുമരിലുള്ളതാണ് സത്യം പറഞ്ഞാൽ ഹീറോയുടെ യഥാർത്ഥ ശരീരം. അതുപോലെ ആ ഒരു മുട്ടയാണെങ്കിൽ അടുത്തുണ്ട്. അവൻ കാരണമാണ് ഹീറോയ്ക്ക് എപ്പോഴും പ്രശ്നം. കാരണം അവൻ വീണ്ടും ക്ലോൺ ചെയ്ത് വിടുന്നത് കൊണ്ട് ഇതെങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ നേരെ ആ ഒരു മുട്ടയുടെ മുഖം കൈ കൊണ്ട് ഇങ്ങനെ മൂടി പിടിച്ചിട്ട് അവനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു മുട്ടയെ ക്ലോൺ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അത് പെട്ടെന്ന് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുകയാണ്. അതുകൊണ്ട് തന്നെ വെളിയിലുള്ള ഒരു ഏലിയൻ പെട്ടെന്ന് മരിക്കുകയും ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ഹീറോയെ തന്നെ കൊല്ലാന്ന് പറഞ്ഞ് ഹീറോയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല, ഹീറോയെ കൊണ്ട് അത് കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ശരീരം അവിടെ വെറുതെ വിട്ടിട്ട് അവിടെ ആ ഒരു റോബോ കാലുണ്ടല്ലോ, അവന്റെ ആ ഒരു കാൽ ആ ഗുഹയ്ക്കുള്ളിലുണ്ട്, അതും എടുത്തിട്ട് വെളിയിലേക്ക് വരികയാണ്. അങ്ങനെ ആ ഒരു കാലും എടുത്ത് വെളിയിലേക്ക് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ AI പെട്ടെന്ന് ഹീറോയുടെ ആ ഒരു റോബോ കാലുണ്ടല്ലോ അത് സ്കാൻ ചെയ്ത് അതിനകത്ത് നിന്നും എന്തോ ഒരു സിഗ്നൽ വരുന്നുണ്ട് എന്നിങ്ങനെ പറയുന്നതും ഹീറോ പെട്ടെന്ന് ഇതിനകത്ത് നിന്നോ എന്നും പറഞ്ഞ് ആ ഒരു കാല് തുറന്ന് നോക്കുമ്പോൾ അതിനകത്ത് ചെറിയൊരു ബോംബാണുള്ളത്. ഇത് വേറെ ആരുമല്ല ചെയ്തത്, ആ ഒരു ഹാച്ച് എന്ന് പറഞ്ഞ അവനായിരുന്നു. ഹീറോ ആ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് ഇവർക്ക് അയച്ചു കഴിഞ്ഞിട്ട് മൊത്തത്തിൽ ഹീറോയെ കൊന്ന് ആ ഒരു ഷിപ്പും തകർക്കാൻ വേണ്ടിയിട്ടാണ് ഹാച്ച് ശ്രമിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ബോംബ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അങ്ങനെ ഇതും കണ്ടുകൊണ്ട് നിൽക്കുന്ന അതേ സമയം പെട്ടെന്ന് ആകാശത്ത് നിന്നും ഈ ഉൽക്കകൾ പോലെ എന്തൊക്കെയോ വരുന്നത് കണ്ടിരുന്നല്ലോ. സത്യം പറഞ്ഞാൽ അത് ഉൽക്കകളല്ലായിരുന്നു. അത് താഴേക്ക് വന്ന് തകർന്ന് വീണ് പൊട്ടുമ്പോഴത്തേക്കാണ് ഹീറോ ഓടി ചെന്നിട്ട് അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഇവർ 3 വർഷങ്ങൾക്ക് മുന്നേ ഇവിടേക്ക് വരാൻ നേരത്ത് ആ ഒരു സ്പേസ് ഷിപ്പിൽ നിന്നും എല്ലാവരും ഉറങ്ങിക്കിടന്നിരുന്ന ആ ഒരു സ്ലീപ്പിംഗ് ബാഗുകളുണ്ടല്ലോ അതായിരുന്നു അത് നേരെ താഴേക്ക് വീണ് തകർന്നിട്ട് അതിനകത്ത് മനുഷ്യരും ഉണ്ടായിരുന്നു, അവരുൾപ്പെടെ കത്തി നശിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത് പോലും മനസ്സിലാവുന്നില്ല. ആകെ ഭ്രാന്ത് പിടിച്ചൊരു അവസ്ഥയായിപ്പോയി. അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ ഒരു AI പറയും, എനിക്ക് പുതിയൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്, അത് പറയട്ടെ എന്ന് ചോദിക്കുമ്പോൾ ആ ശരി അത് പറയും എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഒരുപാട് സത്യങ്ങൾ നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പോൾ മനസ്സിലാവുന്നത്. ആ ലാങ് എന്ന് പറഞ്ഞവൻ എന്തോ ഒരു കണ്ടുപിടുത്തം നടത്താനായിട്ട് ശ്രമിച്ചെന്ന് പറഞ്ഞല്ലോ. ആ ഒരു കണ്ടുപിടുത്തം നടത്താൻ പോകുന്നത് ശരി തന്നെയാണ്. പക്ഷെ അവൻ അത് എവിടെയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത് വെച്ചാൽ ഈ ഒരു ഗ്രഹത്തിനകത്താണ്. എങ്ങനെയാണെന്നല്ലേ, ഈ ഒരു ഗ്രഹത്തിലെ ടൈം ഡ്യൂറേഷൻ അതും ഭൂമിയിലെ ടൈമും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിൽ ഒരു ദിവസമാണെങ്കിൽ ഹീറോ നിൽക്കുന്ന ഈ ഒരു ഗ്രഹത്തിൽ അത് 1 വർഷമായിരിക്കും. രണ്ടും തമ്മിലുള്ള ആ ഒരു ടൈം വ്യത്യാസം ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ മാറുന്നുണ്ട്. അങ്ങനെയുള്ള ആ ഒരു ഗ്രഹത്തിൽ അടിമകളെല്ലാം കൊണ്ടുവന്ന് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഭൂമിയിൽ പല വർഷം കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാൻ കഴിയും. ഒരു സ്പേസ് ഷിപ്പ് തന്നെ ഉണ്ടാക്കി തീർക്കാൻ കഴിയും. ഉദാഹരണത്തിന് ഭൂമിയിൽ ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടാക്കാനായിട്ട് ചിലപ്പോൾ ഒരു 60 വർഷം എടുത്തെന്ന് വെച്ചു. ഈ ഒരു ഗ്രഹത്തിൽ വെച്ചിട്ടാണെങ്കിൽ ഭൂമിയുടെ സമയം വെച്ച് നോക്കുമ്പോൾ അത് വെറും 6 ദിവസം കൊണ്ട് കഴിയും. അപ്പോൾ ഈ ഒരു കാര്യം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ലാങ് എന്ന് പറഞ്ഞവൻ ആ ഒരു വലിയ കണ്ടുപിടുത്തം തന്നെ ചെയ്യാനായിട്ട് ശ്രമിച്ചതും ആരോ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്പേസ് ഷിപ്പ് ഉണ്ടല്ലോ അതിന് ഈ ഒരു ഗ്രഹത്തിലേക്ക് പറഞ്ഞു വിട്ടതും.
അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ മനസ്സിലാക്കിയതും കറക്റ്റ് കാണിക്കുമ്പോൾ ഹീറോയുടെ മുകളിലായിട്ട് ഒരു വലിയ സ്പേസ് ഷിപ്പ് അങ്ങനെ താഴേക്കിറങ്ങാണ്. അങ്ങനെ ഈ ഒരു കാര്യം കാണുന്നത് നമ്മുടെ ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ഹാച്ച് എടുക്കാൻ പറഞ്ഞ ആ ഒരു ഡേറ്റർസ് ഉണ്ടല്ലോ അതെല്ലാം ഒന്നിലേക്ക് കോപ്പി ചെയ്ത് മാറ്റിയിട്ട് അതൊരിടത്തേക്ക് കൊണ്ടുവന്ന് കുഴിച്ചിടുകയും ചെയ്യുന്നു. അതേസമയം ഹാച്ചിന്റെ ആളുകൾ ആ ഒരു ഗ്രഹത്തിലേക്ക് അങ്ങനെ ഇറങ്ങാണ്. അപ്പോഴേക്കാണ് ആ ഒരു ഹാച്ച് എന്ന് പറഞ്ഞാൽ അവൻ അവിടേക്ക് ഇറങ്ങിയിട്ട് ഹീറോയോട് പറയുന്നത്, ഞങ്ങൾ ഇവിടേക്ക് വരാനായിട്ട് വെറും 20 മിനിറ്റ് ലേറ്റായി. കാരണം സ്പേസിൽ വലിയ രീതിയിലുള്ള ഒരു തടസ്സം ഞങ്ങൾ നേരിട്ടു. പക്ഷെ ആ ഒരു 20 നിമിഷം നിനക്കിവിടെ 3 വർഷമാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. എന്നിട്ട് ചോദിക്കും, ശരി അതെല്ലാം പോട്ടെ, നിന്നോട് ആ ഒരു ഡേറ്റാസ് എല്ലാം എടുക്കാൻ പറഞ്ഞല്ലോ അതെല്ലാം എടുത്തോന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് അറിയത്തില്ല എന്ന് ഹീറോ ഇങ്ങനെ പറയുന്നതും ഹീറോയുടെ മുഖത്തേക്ക് ഒരു ഒറ്റയിടി ഹീറോയുടെ ബോധം പോയി. അത് കഴിഞ്ഞ് കണ്ണ് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയെ അവനൊരു ചങ്ങല വെച്ച് ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. ഹീറോയ്ക്ക് ബോധം വന്ന് കണ്ണ് തുറക്കുമ്പോഴത്തേക്കും എന്നിട്ട് ഹീറോയോട് ചോദിക്കും, ആ ഒരു ഡേറ്റാസ് എല്ലാം നീ എനിക്ക് തന്നേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല എനിക്ക് ഒരിക്കലും അത് തരാൻ കഴിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും ഹാച്ച് എന്താ ചെയ്യുന്ന വെച്ചാൽ, അങ്ങനെയാണല്ലേ, അങ്ങനെയാണെങ്കിൽ നിന്റെ കാമുകയെ ഞാൻ എന്തായാലും ഇവിടെ വെച്ച് കൊല്ലാൻ പോവാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനുണ്ടല്ലോ അവളുടെ മുഖത്ത് നിന്ന് ആ ഒരു മാസ്ക് അങ്ങനെ വലിച്ചെടുത്ത് മാറ്റുകയാണ്. അപ്പോൾ എന്തായാലും ആ ഒരു ഡേറ്റയേക്കാൾ വലുത് ഹീറോയിന്റെ ജീവനാണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഹീറോ പറയും, ഓക്കെ ശരി, വെളിയിലുള്ള ആ ഒരു ഡ്രോൺ ഉണ്ട്, അതിനകത്താണ് ആ ഒരു ഡേറ്റ എല്ലാം ഞാൻ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത്, പോയി എടുത്തോന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ഹാച്ച് ആണെങ്കിലും വളരെ സന്തോഷത്തോടെ നേരെ ആ ഒരു ഡ്രോണിനടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. അവിടെയാണ് അടുത്തൊരു ടെസ്റ്റ് നമ്മുടെ ഹീറോ കൊടുക്കുന്നത്. വേറെ ഒന്നുമല്ല, ഹീറോയുടെ റോബോ കാലിൽ ഒരു ബോംബ് വെച്ചിരുന്നല്ലോ, ആ ഒരു ബോംബ് ആ ഒരു ഡ്രോണിനുള്ളിലായിരുന്നു. അങ്ങനെ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് ഹാച്ച് എന്ന് പറഞ്ഞവൻ അവിടെ വെച്ച് തന്നെ തീരുകയും ചെയ്യുവാണ്. അതുമല്ലാതെ നമ്മുടെ ഹീറോയിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഹീറോയുടെ ശരീരത്തിലുള്ള ആ ഒരു ഏലിയൻ ഉണ്ടല്ലോ അതിനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് അവിടെയുള്ള ഹാച്ചിന്റെ ആളുകളെ എല്ലാവരെയും ആ ഒരു ഏലിയനെ വെച്ച് തന്നെ കൊല്ലുകയും ചെയ്യാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു ഷിപ്പും തകർത്ത് ഹീറോ ഒരു ഏലിയനായിട്ട് വെളിയിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ആ ഒരു AI ഉണ്ടല്ലോ അത് പെട്ടെന്ന്, ഹേയ് നീ എന്തായി ചെയ്യുന്നേ, കുറച്ച് സമാധാനാവും എന്നും പറഞ്ഞിട്ട് ഹീറോയുടെ അടുത്തേക്ക് വന്ന് അവനെ മനുഷ്യനാവാനായിട്ട് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും അതൊന്നും കേൾക്കാതെ ആ ഒരു AI തകർത്തിട്ട് നമ്മുടെ ഹീറോയിനെ കൊല്ലാൻ വേണ്ടി ഹീറോ നേരെ അകത്തേക്ക് വരുന്നു. അത് കാണുന്നത് നമ്മുടെ ഹീറോയിനാണെങ്കിലും പെട്ടെന്ന് ഹീറോയുടെ മുന്നിലേക്ക് വന്നിട്ട്, ഓക്കെ ശരി നീ ഒന്ന് സമാധാനപ്പെട്, നീയായിട്ട് തന്നെ മാറ് എന്നെല്ലാം പറഞ്ഞ് അവനെ മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു ഏലിയൻ ആണെങ്കിൽ അതെല്ലാം കേട്ടിട്ട് പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് ഓടി ഇങ്ങനെ ഒളിക്കാണ്. അങ്ങനെ മറ്റൊരിടത്തേക്ക് പോയി ഒളിച്ചതിന് ശേഷമാണ് നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോൾ അവനിപ്പോൾ നോർമലായിട്ട് മനുഷ്യനായിട്ടുള്ള ആ അവസ്ഥയുണ്ടല്ലോ അതിലേക്ക് മാറുന്നത്. ഓക്കെ ഇനിയെങ്കിലും രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും സമാധാനപ്പെട്ട് നിൽക്കുമ്പോഴത്തേക്കും ഹാച്ച് എന്ന് പറഞ്ഞവൻ അപ്പോഴും മരിച്ചിട്ടില്ല. അവൻ വീണ്ടും എഴുന്നേറ്റിട്ട് ഇവരുടെ അടുത്തേക്ക് വരുന്നതും ഹീറോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ആ ഒരു ഏലിയന്റെ കൈ ഉണ്ടല്ലോ അതങ്ങനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഹാച്ചിന്റെ ദേഹത്തേക്ക് കുത്തിയിറക്കി ഹാച്ചിനെ അവിടെ വെച്ച് കൊല്ലുകയും ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോ നശിപ്പിച്ച ആ ഒരു AI ഉണ്ടല്ലോ അതിനെ എടുത്ത് നമ്മുടെ ഹീറോയും ഹാച്ച് ഈ ഒരു ഗ്രഹത്തിലേക്ക് വന്ന ആ ഒരു സ്പേസ്ഷിപ്പില്ലേ അതിലേക്ക് കയറി ഇവർ രണ്ടുപേരും ഈ ഒരു ഗ്രഹം വിട്ട് ഭൂമിയിലേക്ക് തിരിച്ചു പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്.